പ്രിയ വിദ്യാർത്ഥികളെ, 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2nd യൂണിറ്റിലെ 3rd ലെസൺ ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ്, എൻ്റെ ലോകം തന്നെ മാറ്റിമറിക്കപ്പെട്ട ആ ദിനം. മലാല യൂസഫ്സായ് എന്ന പാകിസ്ഥാനി പെൺകുട്ടി ജീവിതത്തിൽ നേരിട്ട ഒരു ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള അവരുടെ ഞെട്ടിപ്പിക്കുന്ന ഓർമ്മക്കുറിപ്പാണിത്, മെമ്മോർ. മലാല യൂസഫ്സായിയെ എല്ലാ വിദ്യാർത്ഥികൾക്കും പരിചിതമായിരിക്കും. എന്നിരുന്നാലും ഒരു റൈറ്റർ, ഓഥർ എന്ന നിലക്ക്, അതോടൊപ്പം തന്നെ മലാലയുടെ ഓട്ടോബയോഗ്രഫിയിൽ അവരോടൊപ്പം ചേർന്ന കോ റൈറ്റർ ക്രിസ്റ്റിന ലാം, ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. About the authors. Malala Yousafzai, born in 1997, is the youngest Nobel Peace Laureate and an activist for girls' education. 1997 മലാല യൂസഫ്സായി ജനിച്ചത്. പീസ് നൊബേൽ പ്രൈസ്, സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയാണ് മലാല. അതോടൊപ്പം തന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആക്ടിവിസ്റ്റും. Born in Mingora, Swat Valley, she gained global attention when she survived the attack in 2012. നോർത്തേൺ പാകിസ്ഥാനിൽ സ്വാറ്റ് വാലിയിൽ മിങ്കോറ എന്ന പ്രദേശത്താണ് മലാല ജനിച്ചത്. 2012 അവർ നേരിട്ട ഒരു ഭീകരാക്രമണത്തിൽ നിന്നും അത്ഭുതകരമാം വിധം അവർ അതിനെ അതിജീവിച്ചു. അതോടുകൂടിയാണ് മലാല ഗ്ലോബൽ അറ്റൻഷൻ നേടിയത്, ലോക ശ്രദ്ധ. Malala's activism began at age 11 when she wrote a blog under a pseudonym. മലാല തൻ്റെ ആക്ടിവിസം ആരംഭിക്കുന്നത് 11ാം വയസ്സിലാണ്, ഒരു സൂഡോണിം ഉപയോഗിച്ചുകൊണ്ട്. സ്യൂഡോണിം എന്ന് പറഞ്ഞാൽ എ നെയിം അതർ ദാൻ ദ റിയൽ നെയിം, യഥാർത്ഥ പേര് ഉപയോഗിക്കാതെ മറ്റേതെങ്കിലും ഒരു ഫോൾസ് നെയിം, അതല്ലെങ്കിൽ ഒരു പെൻ നെയിം, ഒരു തൂലികാ നാമം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു മലാല ഒരു ബ്ലോഗ് എഴുത്തിന് തുടക്കം കുറിച്ചത്. അതോടുകൂടിയാണ് ആക്ടിവിസത്തിലേക്ക്, സന്നദ്ധ പ്രവർത്തനങ്ങളിലേക്ക് അവർ തുടക്കം കുറിക്കുന്നതും 11ാം വയസ്സിൽ. Her autobiography, I Am Malala, the Girl Who Stood Up for Education, written in collaboration with Christina Lamb. മലാലയുടെ ഓട്ടോബയോഗ്രഫി, ആത്മകഥയാണ് I Am Malala, the Girl Who Stood Up for Education. വിദ്യാഭ്യാസത്തിന് വേണ്ടി നിലകൊണ്ട പെൺകുട്ടി, ഞാൻ മലാല എന്ന ടൈറ്റിലുള്ള ഓട്ടോബയോഗ്രഫി. ഈ ഓട്ടോബയോഗ്രഫി രചിക്കുന്നതിൽ മലാലയോടൊപ്പം കോ റൈറ്ററായിക്കൊണ്ട്, ഒരു സഹ എഴുത്തുകാരിയായിക്കൊണ്ട് ക്രിസ്റ്റിന ലാംബും അവരെ സഹായിച്ചു. അത്തരത്തിലുള്ള മലാലയുടെ ഓട്ടോബയോഗ്രഫി, ക്രോണിക്കിൾസ് ജേർണി, അവരുടെ ജീവിത യാത്രയെ നമുക്ക് വിവരിച്ചു തരുന്നു. അതോടൊപ്പം തന്നെ ആൻഡ് ഫൈറ്റ് ഫോർ ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ അവകാശത്തിനു വേണ്ടി മലാലയുടെ പോരാട്ടങ്ങളെയും വിവരിക്കുന്നു. Christina Lamb, born in 1965, is a British journalist and author who is the chief foreign correspondent of the Sunday Times. 1965 ജനിച്ച ക്രിസ്റ്റിന ലാം ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റ്, പത്രപ്രവർത്തകയും ഓഥർ, എഴുത്തുകാരിയുമാണ്. അതോടൊപ്പം തന്നെ ദ സൺഡേ ടൈംസ് എന്ന സുപ്രസിദ്ധ ബ്രിട്ടീഷ് ന്യൂസ് മാഗസിൻ്റെ വിദേശ കറസ്പോണ്ടന്റ് കൂടിയാണ് ക്രിസ്റ്റിന ലാം. ഷി ഹാസ് വൺ ന്യൂമറസ് അവാർഡ്സ് ഫോർ വാർ റിപ്പോർട്ടിംഗ്. യുദ്ധ റിപ്പോർട്ടുകൾക്ക് വേണ്ടി ധാരാളം അവാർഡുകളും അവർ നേടിയിട്ടുണ്ട്. Now, let's read and reflect. Have you ever felt that education could be the solution to many of our problems? നമ്മുടെ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് പരിഹാരം നൽകാൻ കഴിയുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? In what ways can education lead us to peace and progress? ഏതൊക്കെ രീതിയിലാണ് സമാധാനത്തിലേക്കും പുരോഗതിയിലേക്കും വിദ്യാഭ്യാസത്തിന് നമ്മെ നയിക്കാനാകുന്നത്? Here are some views on education by a person you might have heard of. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള, അവർ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞ ചില അഭിപ്രായങ്ങൾ ഇതാ ഇവിടെ നൽകിയിരിക്കുന്നു. അത് വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ആളെ തിരിച്ചറിഞ്ഞേക്കാം. Read them and try to identify the speaker. അവർ പറഞ്ഞ വാക്കുകൾ, അവരുടെ കോട്ടഡ് സെന്റൻസസ് വായിച്ചുകൊണ്ട് നിങ്ങൾ ആളെ തിരിച്ചറിയാൻ ശ്രമിക്കുക. എഡ്യൂക്കേഷൻ ഈസ് നൈദർ ഈസ്റ്റേൺ നോ വെസ്റ്റേൺ, ഇറ്റ് ഈസ് ഹ്യൂമൻ. നമുക്കറിയാം, മലാല യൂസഫ്സായിയുടെ വാക്കുകളാണിത്. വിദ്യാഭ്യാസം എന്നുള്ളത് ഈസ്റ്റേണോ വെസ്റ്റേണോ അല്ല, ഇറ്റ് ഈസ് ഹ്യൂമൻ. അതെല്ലാ മനുഷ്യർക്കുമുള്ളതാണ്, അവകാശപ്പെട്ടതാണ്.
The only way we can create global peace is by educating our minds, hearts, and souls. The only way we can create global peace, ലോകസമാധാനം നമുക്ക് സാധ്യമാക്കാൻ കഴിയുന്നത് ഈസ് ബൈ എഡ്യൂക്കേറ്റിംഗ് അവർ മൈൻഡ്സ്, നമ്മുടെ തന്നെ മനസ്സിന് വിദ്യാഭ്യാസം നൽകിക്കൊണ്ടാണ്, ആൻഡ് സോൾസ്, നമ്മുടെ ഹൃദയത്തിലും ആത്മാവിലുമൊക്കെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ചേർത്തുകൊണ്ട് മാത്രമേ നമുക്ക് ലോകസമാധാനം പോലും നേടാനാവുകയുള്ളൂ. One child, one teacher, one book and one pen can change the world. ഒരു അധ്യാപകന്, ഒരു പുസ്തകത്തിന്, ഒരു പേനക്ക്, ഒരു വിദ്യാർത്ഥിക്ക് വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയും. ഒരു വിദ്യാർത്ഥിയെ ഒരു അധ്യാപകന് പുസ്തകവും പേനയും ഉപയോഗിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ ഒരു തലമുറക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ വിദ്യാഭ്യാസം എന്ന പ്രക്രിയക്കാകും. ഇതൊക്കെയാണ് മലാല യൂസഫ്സായിയുടെ വാക്കുകൾ. Many of you might have recognized Malala Yousafzai. നിങ്ങളിൽ മിക്കവർക്കും മലാല യൂസഫ്സായിയെ കുറിച്ച് അറിവുണ്ടായിരിക്കും. നിങ്ങൾ അവരെ ശരിക്കും തിരിച്ചറിഞ്ഞിരിക്കും. What in your opinion are her most valuable contributions to the world? അവർ ലോകത്തിന് നൽകിയ ഏറ്റവും വിലപ്പെട്ട സംഭാവനകൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? Let's read her account of the day her life changed forever. അവരുടെ ജീവിതം തന്നെ എന്നേക്കുമായി മാറ്റിമറിക്കപ്പെട്ട ആ ഒരു ദിനത്തെക്കുറിച്ച് അവരുടെ വിവരണം നമുക്കൊന്ന് വായിക്കാം. The day my world changed. എൻ്റെ ലോകം തന്നെ മാറ്റിമറിക്കപ്പെട്ട ആ ദിവസം. I come from a country which was created at midnight. അർദ്ധരാത്രി സൃഷ്ടിക്കപ്പെട്ട ഒരു രാജ്യത്തിൽ നിന്നാണ് എൻ്റെ ജനനം, എൻ്റെ വരവ്. When I almost died, it was just after midday. എന്നാൽ ഒരു ദുരന്തത്തിൽപ്പെട്ട് ഏകദേശം മരണപ്പെട്ട പോലെ കഷ്ടിച്ച് ജീവിതത്തിലേക്ക് ഞാൻ വരുന്നത് ഒരു മിഡ് ഡേ ടൈമിലാണ്. എൻ്റെ രാജ്യം രൂപപ്പെടുന്നത് മിഡ് നൈറ്റിലാണ്. ഇന്ത്യയും പാകിസ്ഥാനും സ്വതന്ത്ര രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെടുന്നത് 1947 ഓഗസ്റ്റ് 14 and 15 ഡേറ്റുകളിലാണ്. ഓഗസ്റ്റ് 14 മിഡ് നൈറ്റിലാണ് പാകിസ്ഥാൻ അതിൻ്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെടുന്നത്. അങ്ങനെ മിഡ് നൈറ്റിൽ രൂപപ്പെട്ട ഒരു രാജ്യത്തിൽ നിന്നാണ് എൻ്റെ ജനനം. എന്നാൽ ഞാൻ ഓൾമോസ്റ്റ് ഡൈഡ്, മരണത്തിലേക്ക് എത്തിയ ഒരവസ്ഥയിൽ നിന്നും കഷ്ടിച്ച് ജീവിതത്തിലേക്ക് വരുന്നത് ഒരു മിഡ് ഡേയിലാണ്, ഒരു മധ്യാഹ്നം പിന്നിട്ട ഒരു ഉച്ച സമയത്ത് ആയിരുന്നു. ദാറ്റ് ഡേ ഐ ലെഫ്റ്റ് മൈ ഹോം ഫോർ സ്കൂൾ ആൻഡ് നെവർ റിട്ടേൺഡ്. അന്ന് ഞാൻ പതിവ് പോലെ സ്കൂളിലേക്ക് പുറപ്പെട്ടതായിരുന്നു, പിന്നീട് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് എത്തിയില്ല. Now every morning when I open my eyes, I long to see my old room full of my things, my clothes all over the floor and my school prizes on the shelves. എന്നാൽ ഇപ്പോൾ ഓരോ പ്രഭാതത്തിലും ഞാൻ ഉറക്കമുണർന്ന് കണ്ണുകൾ തുറക്കുമ്പോൾ ഐ ലോങ് ടു സീ മൈ ഓൾഡ് റൂം, എൻ്റെ ആ പഴയ റൂം ഒന്ന് കാണാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു. ലോങ് ഐ വിഷ്, ഞാൻ വല്ലാതെ മോഹിക്കുന്നു. ആ റൂമിലാണെങ്കിൽ നിറയെ എൻ്റെ വസ്തുക്കളായിരിക്കും. മൈ ക്ലോത്ത്സ് ഓൾ ഓവർ ദ ഫ്ലോർ, എൻ്റെ വസ്ത്രങ്ങളൊക്കെ തറയിലാകെ ചിതറി കിടക്കുന്നുണ്ടാകും. ആൻഡ് മൈ സ്കൂൾ പ്രൈസസ് ഓൺ ദ ഷെൽഫ്സ്, ആ റൂമിലെ ഷെൽഫുകൾക്ക് മുകളിൽ എൻ്റെ സ്കൂളിൽ നിന്ന് ലഭിച്ച എല്ലാ പ്രൈസുകളും ഞാൻ നിരനിരയായി വെച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള എൻ്റെ ആ പഴയ റൂം ഒന്നുകൂടെ കാണാൻ ഞാൻ വല്ലാതെ എല്ലാ പ്രഭാതത്തിലും ആഗ്രഹിക്കും. Instead, I am in a country which is 5 hours behind my beloved homeland and my home. എന്നാൽ അതിനൊക്കെ പകരമായി, എൻ്റെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി ഞാനിപ്പോൾ മറ്റൊരു രാജ്യത്താണ്. എൻ്റെ പ്രിയപ്പെട്ട ഹോംലാൻഡ്, മാതൃരാജ്യത്തിൽ നിന്നും, ആൻഡ് മൈ ഹോം, എൻ്റെ വീട്ടിൽ നിന്നും ടൈം സോണിൽ 5 hours ബിഹൈൻഡ്, 5 മണിക്കൂറുകൾ സമയത്തിൽ പിറകെയുള്ള മറ്റൊരു രാജ്യത്താണ്. എൻ്റെ രാജ്യവും ഞാൻ ഇപ്പോൾ നിൽക്കുന്ന രാജ്യവും തമ്മിൽ 5 മണിക്കൂറെങ്കിലും സമയത്തിൽ വ്യത്യാസമുണ്ട്. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന രാജ്യം 5 മണിക്കൂർ പിറകിലാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നു. When I stand in front of my window and look out, ഇവിടെ ഈ റൂമിന്റെ ജനലിൽ നിന്നുകൊണ്ട് ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ I see tall buildings, എനിക്ക് പുറത്ത് ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന വൻ കെട്ടിടങ്ങൾ കാണാനാകും. Long roads full of vehicles moving in orderly lines,
നീണ്ട റോഡുകൾ, അതിലൂടെ നിരനിരയായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ. നീറ്റ് ഗ്രീൻ ഹെജസ്, വളരെ വൃത്തിയായി വെട്ടിയൊതുക്കിയ ഹെജസ്, ഫെൻസ് ഓഫ് ബുഷസ്, വള്ളിപ്പടർപ്പുകളും ചെടികളും കൊണ്ടും രൂപപ്പെടുത്തിയ ഫെൻസുകൾ, വേലികൾ. ആൻഡ് ലോൺസ്, വെട്ടിയൊതുക്കിയ പുൽമേടുകൾ. ഇതൊക്കെ എനിക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നു. ആൻഡ് ടൈഡി പേവ്മെന്റ്സ് ടു വാക്ക് ഓൺ. ടൈഡി, ക്ലീൻ, നല്ല വൃത്തിയുള്ള പേവ്മെന്റ്സ്, ഫുട്പാത്സ്, നടപ്പാതകൾ. ഇതൊക്കെയാണ് എനിക്കിവിടുന്ന് ജനലിലൂടെ കാണാൻ സാധിക്കുന്നത്. വൃത്തിയുള്ള അടുക്കും ചിട്ടയുമുള്ള ഒരു പട്ടണം. I close my eyes and for a moment I am back in my valley. ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ചു പിടിക്കും. ഒരു നിമിഷം കൊണ്ട്, ഒരു നിമിഷത്തേക്ക് ഞാൻ അതിവേഗം എൻ്റെ സ്വന്തം താഴ്വാരത്ത് സ്വാറ്റ് വാലിയിൽ, എൻ്റെ ഗ്രാമത്തിൽ തിരിച്ചെത്തും. The high snow-topped mountains, ഉയർന്നു നിൽക്കുന്ന മഞ്ഞു മൂടിയ കുന്നുകൾ, മലനിരകൾ. ഗ്രീൻ വേവിംഗ് ഫീൽഡ്സ്, കാറ്റിൽ ഇളകിയാടുന്ന പച്ചപിടിച്ച വയലേലുകൾ. ആൻഡ് ഫ്രഷ് ബ്ലൂ റിവേഴ്സ്, നല്ല നീലനിറത്തിൽ തെളിഞ്ഞൊഴുകുന്ന അരുവികൾ, പുഴകൾ. ഇതെല്ലാം ഞാൻ ഭാവനയിൽ കാണും. ആൻഡ് മൈ ഹാർട്ട് സ്മൈൽസ്, ഇതെല്ലാം കണ്ട് എൻ്റെ ഹൃദയം പുഞ്ചിരി തൂക്കും. My mind transports me back to my school and there I am reunited with my friends and teachers. എൻ്റെ ഭാവനയിൽ എൻ്റെ ഹൃദയം എന്നെ സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. അവിടെ ഞാൻ എൻ്റെ പഴയ കൂട്ടുകാരോടും അധ്യാപകരോടും ഒത്ത് റീയുണൈറ്റഡ്, വീണ്ടും ഒരുമിച്ച് ചേരും. I meet my best friend Muniba and we sit together talking and joking as if I had never left. ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി മുനീബയെ കാണും. ഞങ്ങൾ ഒരുമിച്ചിരിക്കും, സംസാരിച്ചുകൊണ്ടും തമാശകൾ പറഞ്ഞുകൊണ്ടും. ആസ് ഇഫ് ഐ ഹാഡ് നെവർ ലെഫ്റ്റ്, ഞാൻ ഒരിക്കലും ആ സ്കൂളും ആ കൂട്ടുകാരെയും വിട്ടു പോയിട്ടില്ല എന്ന പോലെ. Then I remember I am in Birmingham, England. പക്ഷെ പൊടുന്നനെ തന്നെ എനിക്ക് ഓർമ്മ വരും, ഞാനിപ്പോൾ ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിലാണ്, എൻ്റെ സ്വന്തം രാജ്യത്തല്ല എന്നുള്ള യാഥാർത്ഥ്യബോധം മനസ്സിലേക്ക് വരികയും ചെയ്യും. The day everything changed was a Tuesday, 9th October 2012. 2012 ഒക്ടോബർ 9 ഒരു ട്യൂസ്ഡേ, ചൊവ്വാഴ്ച ദിവസമായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളെയും ആകെ മാറ്റിമറിച്ച ആ ദിനം. That morning we arrived in the narrow mud lane of Haji Baba Road in our usual procession of brightly painted rickshaws. ഞങ്ങൾ പതിവായി സ്കൂളിലേക്ക് പോകുന്ന തിളക്കമാർന്ന പെയിന്റടിച്ച റിക്ഷകൾ നിരനിരയായി വന്നുകൊണ്ട് ഹാജി ബാബ മെയിൻ റോഡിൽ നിന്നും അകലെയുള്ള സ്കൂൾ അരികെയുള്ള മഡ് ലൈൻ, ചെമ്മൺ പാതയിൽ ഇടുങ്ങിയ ആ വഴിയിൽ ഞങ്ങൾ എല്ലാവരും പതിവ് പോലെ എത്തിച്ചേർന്നു. For us, the doorway of the school was like a magical entrance to our own special world. ഞങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൻ്റെ ഡോർവേ, അതിൻ്റെ പ്രധാന കവാടം എന്നുള്ളത് ഒരു മാജിക്കൽ എൻട്രൻസ് ആയിരുന്നു. ഒരു മായാലോകത്തേക്കുള്ള ഒരു മാന്ത്രിക കവാടം പോലെയായിരുന്നു. ടു അവർ ഓൺ സ്പെഷ്യൽ വേൾഡ്, സ്കൂളാകുന്ന ഞങ്ങളുടെ മാത്രം പ്രത്യേകമായ ആ ലോകത്തേക്കുള്ള ഒരു മാന്ത്രിക കവാടം പോലെയായിരുന്നു അത്. The school was founded by my father before I was born. ഞാൻ ജനിക്കും മുമ്പ് എൻ്റെ തന്നെ പിതാവായിരുന്നു ആ സ്കൂൾ സ്ഥാപിച്ചിരുന്നത്. On the wall above us, Khushal School was painted proudly in red and white letters. ഞങ്ങൾക്കൊക്കെ മുകളിലായി ഉയരെയുള്ള കവാടത്തിൽ സ്കൂളിൻ്റെ ചുവരിൽ വ്യക്തമായിട്ട് അഭിമാനത്തോടുകൂടി റെഡ് ആൻഡ് വൈറ്റ് ലെറ്റേഴ്സിൽ ആ പേരിങ്ങനെ തിളങ്ങി നിൽക്കുന്നു, ഖുശാൽ സ്കൂൾ. We went to school 6 mornings a week. ഒരാഴ്ചയിൽ 6 പ്രഭാതങ്ങളിൽ 6 ദിവസങ്ങളിൽ ഞങ്ങൾ സ്കൂളിൽ പോകുമായിരുന്നു. My classes were spent chanting chemical equations, studying Urdu grammar, writing stories with morals in English, or drawing diagrams of blood circulation. ഇതൊക്കെയായിരുന്നു എൻ്റെ ഓരോ ദിവസത്തെയും ക്ലാസ്സുകളും പഠന വിഷയങ്ങളും. ചാന്റിങ് കെമിക്കൽ ഇക്വേഷൻസ്, കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ചാന്റിങ്, വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടുള്ള പഠനം, മനഃപ്പാഠമാക്കാനുള്ള ശ്രമം. സ്റ്റഡിയിങ് ഉറുദു ഗ്രാമർ, ഉറുദു ഭാഷയുടെ ഗ്രാമർ പഠനം. റൈറ്റിംഗ് സ്റ്റോറീസ് വിത്ത് മോറൽസ് ഇൻ ഇംഗ്ലീഷ്, മോറൽസ്, ഗുണപാഠമുള്ള ധാർമ്മിക അടിത്തറയുള്ള സ്റ്റോറി രചന ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഓർ ഡ്രോയിങ് ഡയഗ്രംസ് ഓഫ് ബ്ലഡ് സർക്കുലേഷൻ, മനുഷ്യ ശരീരത്തിലെ രക്ത ഓട്ടം, രക്തചംക്രമണത്തെക്കുറിച്ചുള്ള ഡയഗ്രംസ് വരയ്ക്കുക.
ബയോളജി ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങളും പഠനങ്ങളുമായിരുന്നു ഓരോ ദിവസത്തെയും ക്ലാസ്സുകൾ. മോസ്റ്റ് ഓഫ് മൈ ക്ലാസ്മേറ്റ്സ് വാണ്ടഡ് ടു ബി ഡോക്ടേഴ്സ്. എൻ്റെ ക്ലാസ്മേറ്റ്സിൽ മിക്ക ആളുകൾക്കും, മിക്ക വിദ്യാർത്ഥികൾക്കും ഡോക്ടേഴ്സ് ആവുക എന്നുള്ളതായിരുന്നു ആഗ്രഹവും ലക്ഷ്യവും. അതൊക്കെ കൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഹാർഡ് ടു ഇമാജിൻ ദാറ്റ് എനിവൺ വുഡ് സീ ദാറ്റ് ആസ് എ ത്രെറ്റ്. ഇങ്ങനെയുള്ള ഒരു പഠന രീതി, ഡോക്ടേഴ്സ് ആവാൻ വേണ്ടി വിവിധ വിഷയങ്ങൾ പഠിക്കുക എന്നുള്ള തരത്തിലുള്ള ഈ പഠന രീതി, അത് ആർക്കെങ്കിലും ഒരു ത്രെട്ടാകും, ഒരു ഭീഷണിയാകും എന്നതിനെക്കുറിച്ച് ഇമാജിൻ ചെയ്യാൻ പോലും, ഒന്ന് ഊഹിക്കാനോ ചിന്തിക്കാനോ പോലും എനിക്ക് പ്രയാസമായിരുന്നു. എന്തിനായിരുന്നു ഇങ്ങനെയുള്ള പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ഭീകരാക്രമണം? എനിക്കത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. That morning had begun like any other, though a little later than usual. അന്നത്തെ പുലർച്ചെയും മറ്റെല്ലാ ദിവസവും പോലെ തന്നെയായിരുന്നു തുടങ്ങിയത്. though a little later than usual, പതിവിലും അല്പം വൈകിയാണെങ്കിലും മറ്റൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അന്നത്തെ എൻ്റെ ദിനചര്യകൾക്ക്, അല്ലെങ്കിൽ അന്നത്തെ ആ പ്രഭാതത്തിന് ഞാൻ തുടക്കം കുറിച്ചത് അല്പം വൈകിയാണെങ്കിലും മറ്റു മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. It was exam time, so school started at 9 instead of 8. പരീക്ഷാകാലമായതിനാൽ സ്കൂൾ 8 മണിക്കാണ് പതിവായി തുടങ്ങാറുള്ളത്. അന്നത്തെ ദിവസം 9 മണിക്കായിരുന്നു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഐ സ്ലെപ്റ്റ് ഇൻ ദ ലോങ് റൂം അറ്റ് ദ ഫ്രണ്ട് ഓഫ് അവർ ഹൗസ്. വീട്ടിലെ മുൻവശത്തുള്ള ഒരു നീണ്ട മുറിയിൽ ഞാൻ അല്പം കൂടെ ഉറങ്ങി, അല്പം കൂടെ കൂടുതൽ നേരം. കാരണം 1 മണിക്കൂർ കൂടെ വൈകിയാണ് ഇന്ന് സ്കൂൾ തുടങ്ങുന്നത്. ദി ഓൺലി ഫേർണിച്ചർ വാസ് എ ബെഡ് ആൻഡ് എ ക്യാബിനറ്റ് വിച്ച് ഐ ഹാഡ് ബോട്ട്. ആ റൂമിൽ ആകെ ഉണ്ടായിരുന്ന ഫേർണിച്ചർ എന്നുള്ളത് ഒരു ബെഡും പിന്നെ ഒരു ക്യാബിനറ്റ് അഥവാ ഒരു ഷെൽഫ് കബേർഡ് മാത്രമായിരുന്നു. അത് ഞാൻ തന്നെ പണം കൊടുത്ത് വാങ്ങിയതുമായിരുന്നു. I had won some money as an award for campaigning for peace in our valley and the right for girls to go to school. എൻ്റെ ഗ്രാമത്തിൽ, എൻ്റെ ആ താഴ്വരയിൽ ഞാനൊരു ക്യാമ്പയിൻ ചെയ്തിരുന്നു. സമാധാനത്തിനും അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള അവകാശത്തിനും വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. അതുവഴി എനിക്കൊരു അവാർഡ് ലഭിച്ചിരുന്നു. ആ അവാർഡ് തുക ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ആ ഫേർണിച്ചർ വാങ്ങിയിരുന്നത്. On some shelves were all the gold-colored plastic cups and trophies I had won for coming first in my class. ആ റൂമിൽ ഷെൽഫുകൾക്ക് മുകളിൽ നിരത്തി വെച്ചിരുന്നത് ചില ട്രോഫികളും അതുപോലെ തന്നെ സ്വർണ്ണവർണ്ണത്തിലുള്ള പ്ലാസ്റ്റിക് കപ്പുകളും. അത് ഞാൻ സമ്മാനമായിട്ട് സ്കൂളിൽ ക്ലാസ്സിൽ ഫസ്റ്റായ കാരണത്താൽ എനിക്ക് ലഭിച്ചവയായിരുന്നു. The school was not far from my home and I used to walk. എൻ്റെ സ്കൂൾ എൻ്റെ വീട്ടിൽ നിന്നും വളരെ അകലെ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നടക്കാറായിരുന്നു പതിവ്. But since the start of last year, I had been going with other girls in a rickshaw and coming home by bus. എന്നാൽ കഴിഞ്ഞ വർഷത്തിൻ്റെ ആരംഭം തൊട്ട് ഞാൻ സ്കൂളിലേക്ക് മറ്റു പെൺകുട്ടികളോടൊപ്പം ഒരു റിക്ഷയിലാണ് പോയിക്കൊണ്ടിരുന്നത്. തിരിച്ചു വരുന്നതാകട്ടെ സ്കൂൾ ബസ്സിലും. I had started taking the bus because my mother was scared by the thought of me walking on my own. ഞാൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് സ്കൂൾ ബസ്സിലാക്കാനുള്ള കാരണം, ഞാൻ തനിച്ച് നടന്നു വരുമ്പോൾ എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്നോർത്ത് അമ്മയ്ക്ക് എന്നെക്കുറിച്ച് വലിയ ഭയമായിരുന്നു. അതാണ് ഞാൻ സ്കൂൾ ബസ്സിൽ തിരിച്ചു വരാൻ തുടങ്ങാനുള്ള കാരണം. She was scared. She was afraid of. അവർക്ക് ഭയമായിരുന്നു. അതിനുള്ള കാരണം, വി ഹാഡ് ബീൻ ഗെറ്റിംഗ് ത്രെഡ്സ് ഓൾ ഇയർ. വർഷം മുഴുവനും പലതരത്തിലുള്ള ഭീഷണികൾ ഞങ്ങൾ നേരിട്ടിരുന്നു. ഞങ്ങൾക്ക് പല ഭീഷണികളും ലഭിച്ചിരുന്നു. സം ഓഫ് ദ ത്രെഡ്സ് were ഫൗണ്ട് ഇൻ ദ ന്യൂസ് പേപ്പേഴ്സ്. ചില ഭീഷണികളൊക്കെ ഞങ്ങൾ പത്രങ്ങളിൽ വായിച്ചാണ് അറിഞ്ഞിരുന്നത്. കാരണം ഞാൻ പീസ് ക്യാമ്പയിൻ നടത്തുന്നു, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്നു, അതിനെക്കുറിച്ച് എഴുതുന്നു. എൻ്റെ പിതാവിനും എനിക്കുമൊക്കെ പലതരത്തിലുമുള്ള ഭീഷണികൾ ഉണ്ടായിരുന്നു. സം ത്രെഡ്സ് were found in the newspapers. ചില ഭീഷണികൾ പത്രങ്ങളിൽ കണ്ടു. Some were notes or messages passed on by people. മറ്റു ചില ഭീഷണികളൊക്കെ ആളുകൾ ഞങ്ങളിലേക്ക് എത്തിച്ചു തരുന്ന മെസ്സേജുകൾ, അതോടൊപ്പം നോട്ട്സ്, കുറിപ്പുകളും ആയിട്ടൊക്കെയാണ് ഞങ്ങൾ അറിഞ്ഞിരുന്നത്. മൈ മദർ വാസ് വറീഡ് അബൌട്ട് മീ. എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും എന്നെക്കുറിച്ച് വേവലാതിയായിരുന്നു, ഭയമായിരുന്നു. But I knew no one had ever come for a girl. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിരുന്നത് ആരും ഒരു പെൺകുട്ടിക്കെതിരെ വരില്ല എന്നായിരുന്നു. And I was more concerned they would target my father as he was always speaking out against them.
എന്നാൽ ഞാൻ ഏറെ ഭയപ്പെട്ടിരുന്നത്, ആശങ്കപ്പെട്ടിരുന്നത്, കൺസേൺഡ് ദേ വുഡ് ടാർഗറ്റ് മൈ ഫാദർ. ശത്രുക്കൾ, എതിരാളികൾ എൻ്റെ പിതാവിനെ ടാർഗറ്റ് ചെയ്യും, ലക്ഷ്യമാക്കും. ആസ് ഹി വാസ് ഓൾവേസ് സ്പീക്കിംഗ് ഔട്ട് അഗൻസ്റ്റ് ദം. കാരണം എതിരാളികൾക്ക് എതിരായിട്ട്, ശത്രുക്കളെ കുറിച്ച് എപ്പോഴും ക്യാമ്പയിൻ ചെയ്യുന്നതും പ്രസംഗിക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ എൻ്റെ പിതാവായിരുന്നു. ഹിസ് ക്ലോസ് ഫ്രണ്ട് ആൻഡ് ഫെലോ ക്യാമ്പയിനർ ഹാഡ് ബീൻ ഷോട്ട് ഡെഡ്. ഈ അടുത്ത കാലത്ത് എൻ്റെ പിതാവിൻ്റെ അടുത്ത സുഹൃത്തും ഫെലോ ക്യാമ്പയിനർ, കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു സഹപ്രവർത്തകനും വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ആൻഡ് എവരി വൺ വാസ് ടെലിംഗ് ഫാദർ. അതിനുശേഷം എല്ലാവരും എൻ്റെ അച്ഛനോട് പറയാറുണ്ടായിരുന്നു, ടേക്ക് കെയർ, യു വിൽ ബി നെക്സ്റ്റ്. നല്ലോണം ശ്രദ്ധിക്കണം, നിങ്ങളായിരിക്കും അടുത്ത ഇര എന്ന്. ലൈക്ക് മൈ ഫാദർ, ഐ വാസ് ഓൾവേസ് ബീൻ എ ഡേ ഡ്രീമർ. ഞാൻ എൻ്റെ പിതാവിനെ പോലെ തന്നെ ഒരു ഡേ ഡ്രീമർ ആയിരുന്നു. ദിവാസ്വപ്നം കാണുന്ന വ്യക്തി. പല കാര്യങ്ങളും ഭാവനയിൽ സ്വപ്നം കാണുന്ന പോലെ ആലോചിച്ചിങ്ങനെ നടക്കുന്ന വ്യക്തിയായിരുന്നു. സംടൈംസ് I would imagine that on my way home an armed man might jump out and shoot me. ചിലപ്പോഴൊക്കെ ഞാൻ ഭാവനയിൽ ഇമാജിൻ ചെയ്യും, ഞാൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ an armed man, ആയുധധാരിയായ ഒരാൾ എൻ്റെ മുമ്പിലേക്ക് എടുത്തു ചാടി എന്നെ ഷൂട്ട് ചെയ്യും, എൻ്റെ നേരെ വെടിയുതിർക്കും എന്നൊക്കെ. I wondered what I would do. അത്തരമൊരു ഘട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ആശ്ചര്യത്തോടുകൂടി, ആശങ്കയോടുകൂടി ഓർക്കും. മേ ബി I would take off my shoes and hit him. ഒരുപക്ഷെ ഞാൻ എൻ്റെ ഷൂസ് ഊരിയെടുത്ത് അയാളെ ശക്തമായിട്ട് അടിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. But then I would think, if I did that, there would be no difference between me and the man. എന്നാൽ അത്തരമൊരു ചിന്ത വന്ന ഉടനെ തന്നെ മറ്റൊരു ചിന്തയും മനസ്സിൽ കയറി വരും. ആ വ്യക്തിയെ, ആക്രമിക്കാൻ വരുന്ന വ്യക്തിയെ ഞാൻ ചെരുപ്പൂരി, ഷൂസ് ഊരി അടിച്ചാൽ പിന്നെ ഞാനും അയാളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ് എന്നൊക്കെ എൻ്റെ മനസ്സിലേക്ക് മറ്റൊരു ചിന്തയും കടന്നു വരും. ഇറ്റ് വുഡ് ബി ബെറ്റർ ടു പ്ലീഡ്, ഓക്കെ ഷൂട്ട് മീ ബട്ട് ഫസ്റ്റ് ലിസൺ ടു മീ. ഒരുപക്ഷെ അയാളെ ചെരുപ്പൂരി അടിക്കുന്നതിനേക്കാളും നല്ലത് അയാളോട് അപേക്ഷിക്കുന്നതായിരിക്കും. പ്ലീഡ്, റിക്വസ്റ്റ്. ഓക്കെ ഷൂട്ട് മീ, എൻ്റെ നേരെ വെടിവെച്ചോളൂ, ബട്ട് ഫസ്റ്റ് ലിസൺ ടു മീ. പക്ഷെ അതിനു മുമ്പ് ആദ്യം ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കുക. വാട്ട് യു ആർ ഡൂയിങ് ഈസ് റോങ്. താങ്കൾ ചെയ്യാൻ പോകുന്നത് ഒരു തെറ്റായ കാര്യമാണ്. ഐ ആം നോട്ട് അഗൻസ്റ്റ് യു പേഴ്സണലി. ഞാൻ താങ്കൾക്ക് വ്യക്തിപരമായിട്ട് എതിരല്ല. ഐ ജസ്റ്റ് വാണ്ട് എവറി ഗേൾ ടു ഗോ ടു സ്കൂൾ. എനിക്കാകെ ആവശ്യമുള്ളത് ഓരോ പെൺകുട്ടിയും വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂളിൽ പോകണം. അവരുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ ഞാൻ താങ്കൾക്ക് വ്യക്തിപരമായി ഒരു ശത്രുവല്ല, എതിരല്ല എന്നൊക്കെ ഞാൻ പറയും. അയാളോട് അത് കേൾക്കാനും അതിനുശേഷം എന്നെ വെടിവെച്ചോളൂ എന്ന് പറയാനുമൊക്കെയാണ് അവൾ ആഗ്രഹിച്ചിരുന്നത് എന്നൊക്കെ സ്വപ്നത്തിൽ, ഭാവനയിൽ ഇങ്ങനെ കാണും. ഐ വാസ് ഇൻ സ്കെയർഡ് ബട്ട് ഐ ഹാഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് ഷുവർ ദ ഗേറ്റ് വാസ് ലോക്ക്ഡ് അറ്റ് നൈറ്റ്. എനിക്ക് ഭയമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നിരുന്നാലും രാത്രി കാലങ്ങളിൽ വീടിന്റെ ഗേറ്റൊക്കെ ശരിയായിട്ട് അടച്ചിട്ടുണ്ട്, ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ ഉറപ്പുവരുത്തുമായിരുന്നു. ഐ ടോൾഡ് മുനീബ എവറിത്തിങ്. ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ മുനീബയോട് എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നു. ഹെർ ഡ്രീം വാസ് ടു ബി എ ഫാഷൻ ഡിസൈനർ. അവളുടെ ആഗ്രഹം ഒരു ഫാഷൻ ഡിസൈനർ ആവുക എന്നുള്ളതായിരുന്നു. ഓൾദോ ഷീ ന്യൂ ഹെർ ഫാമിലി വുഡ് നെവർ അഗ്രി ടു ഇറ്റ്. അവളുടെ കുടുംബം, വീട്ടുകാർ ഒരിക്കലും അതിനോട് യോജിക്കില്ല എന്നറിയാമായിരുന്നിട്ടും അവൾ സ്വപ്നം കണ്ടത് ഒരു ഫാഷൻ ഡിസൈനർ ആവുക എന്നുള്ളതായിരുന്നു. സോ ഷീ ടോൾഡ് എവരിവൺ ഷീ വാണ്ടഡ് ടു ബി എ ഡോക്ടർ. തൻ്റെ കുടുംബത്തിനെതിരെയുള്ള ഒരു ആഗ്രഹമായിരുന്നത് കൊണ്ട് അവൾ എപ്പോഴും ഒരു ഡോക്ടർ ആവാനാണ് ആഗ്രഹം എന്നായിരുന്നു പറയാറുണ്ടായിരുന്നത്. യഥാർത്ഥ ആഗ്രഹം ഫാഷൻ ഡിസൈനർ ആവുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഐ നെവർ ഹിറ്റ് മൈ ഡിസയർ when I changed from wanting to be a doctor to dreaming of being an inventor or a politician. എനിക്കും ആദ്യം ഒരു ഡോക്ടർ ആവുക എന്നുള്ളതായിരുന്നു ആഗ്രഹം. എന്നാൽ പിന്നീട് when I changed, ഒരു ഡോക്ടർ ആവുക എന്നുള്ള ആഗ്രഹത്തിൽ നിന്നും മാറി ഒരു ഇൻവെന്റർ, ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തുന്ന ഒരാളോ അതല്ലെങ്കിൽ എ പൊളിറ്റീഷ്യൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകയോ ആകണമെന്ന പുതിയൊരു ആഗ്രഹത്തിലേക്ക് മാറി. ആ മാറ്റം ഞാൻ ഒരിക്കലും ഹൈഡ് ചെയ്തില്ല. എൻ്റെ കുടുംബത്തിൽ നിന്നും ഞാൻ ഐ നെവർ ഹിഡ്, ഒരിക്കലും മറച്ചു വെച്ചില്ല. അവരോട് ഞാൻ തുറന്നു പറഞ്ഞിരുന്നു. When our bus was called, we ran down the steps. സ്കൂൾ ബസ് പുറപ്പെടാനായി എന്നുള്ള, ഞങ്ങളുടെ ബസ് പുറപ്പെടുന്നു എന്നുള്ള വിളി വന്നപ്പോൾ ഞങ്ങൾ
സ്കൂൾ സ്റ്റെപ്പുകൾ ഓടി ഇറങ്ങി ബസ്സിലേക്ക് കയറി. ഐ റിമെമ്പർ ദാറ്റ് ഇൻസൈഡ് ദ ബസ് ഇറ്റ് വാസ് ഹോട്ട് ആൻഡ് സ്റ്റിക്കി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ ബസ്സിനകത്ത് വല്ലാത്ത ചൂടും സ്റ്റിക്കി അറ്റ്മോസ്ഫിയർ, ഒരു ഹ്യൂമിഡിറ്റിയുള്ള ഈർപ്പമുള്ള അസഹനീയമായ ഒരു അന്തരീക്ഷമായിരുന്നു ബസ്സിനകത്തുണ്ടായിരുന്നത്. ഐ റിമെമ്പർ ദാറ്റ് ദ ബസ് ടേൺ റൈറ്റ് ഓഫ് ദ മെയിൻ റോഡ് അറ്റ് ദ ആർമി ചെക്ക് പോയിന്റ്. ഞങ്ങളുടെ സ്കൂൾ ബസ് പ്രധാന റോഡിൽ നിന്നും തിരിഞ്ഞ് ആർമി ചെക്ക് പോയിന്റിന്റെ മുമ്പിലെത്തിയപ്പോൾ വളവ് തിരിഞ്ഞതുവരെ എനിക്ക് ഓർമ്മയുണ്ട്. ഐ ഡോണ്ട് റിമെമ്പർ എനിമോർ. അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പോൾ എനിക്ക് ഓർക്കാൻ സാധിക്കുന്നില്ല. ഇൻ മൈ ഡ്രീംസ് അബൌട്ട് ദ ഷൂട്ടിംഗ്, ആ വെടിവെപ്പിനെ കുറിച്ചുള്ള എൻ്റെ അവ്യക്തമായ ഓർമ്മകളിൽ, സ്വപ്നങ്ങൾ പോലെയുള്ള ഒരു നേർത്ത ഓർമ്മയിൽ, മൈ ഫാദർ ഈസ് ഓൾസോ ഇൻ ദ ബസ്. എൻ്റെ പിതാവും ആ ബസ്സിനകത്തുണ്ട്. ആൻഡ് ഈസ് ഷോട്ട് വിത്ത് മീ. പിതാവിനും എന്നോടൊപ്പം വെടിയേറ്റിട്ടുണ്ട്. ആൻഡ് ദെൻ ദർ ആർ മെൻ എവരിവേർ. ധാരാളം ആളുകൾ അവിടെയുണ്ട്. ആൻഡ് ഐ ആം സെർച്ചിങ് ഫോർ മൈ ഫാദർ. ഞാൻ എൻ്റെ പിതാവിനെ തേടുന്നു എന്നൊക്കെയാണ് എൻ്റെ അവ്യക്തമായ സ്വപ്നം പോലെയുള്ള ഓർമ്മകളിൽ ഉള്ളത്. ഇൻ റിയാലിറ്റി വാട്ട് ഹാപ്പൻ വാസ് വി സഡൻലി സ്റ്റോപ്ഡ്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബസ് പൊടുന്നനെ നിന്നു, സ്റ്റോപ്പ് ചെയ്തു. വി മസ്റ്റ് ഹാവ് ബീൻ ലെസ് ദാൻ 200 meters ഫ്രം ദ ചെക്ക് പോയിന്റ്. ഞങ്ങൾ ആർമി ചെക്ക് പോയിന്റിൽ നിന്നും 200 മീറ്ററിൽ താഴെ മാത്രം അകലെയായിരുന്നു. അപ്പോഴാണ് പൊടുന്നനെ ഞങ്ങളുടെ ബസ് നിർത്തിയത്. വി കുഡിൻ സീ ഇൻ ഫ്രണ്ട്. ഞങ്ങൾക്ക് ബസ്സിന്റെ മുമ്പിലേക്ക് വ്യക്തമായി കാണുമായിരുന്നില്ല. But a young bearded man in light colored clothes had stepped into the road and waved the van down. എന്നാൽ ഒരു ചെറുപ്പക്കാരൻ, ബിയർഡഡ് മാൻ, താടിയുള്ള ഒരു വ്യക്തി, ഇൻ ലൈറ്റ് കളേർഡ് ക്ലോത്ത്സ്, ഇളം നിറത്തിലുള്ള വസ്ത്രം ധരിച്ച അദ്ദേഹം റോഡിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് വേവ്ഡ്, കൈ വീശിക്കൊണ്ട് ദ വാൻ ഡൗൺ, ഞങ്ങളുടെ സ്കൂൾ വാൻ അല്ലെങ്കിൽ സ്കൂൾ ബസ് തടഞ്ഞു നിർത്തി. ഈസ് ദിസ് ദ കുശാൽ സ്കൂൾ ബസ്? ഹി ആസ്ക്ഡ് അവർ ഡ്രൈവർ. അദ്ദേഹം ഞങ്ങളുടെ ഡ്രൈവറോട് ചോദിച്ചു, ഇത് കുശാൽ സ്കൂൾ ബസ്സാണോ എന്ന്. ഉസ്മാൻ ഭായ് ജാൻ, ദ ഡ്രൈവർ ഓഫ് അവർ സ്കൂൾ ബസ്, തോട്ട് ദിസ് വാസ് എ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ. ഞങ്ങളുടെ സ്കൂൾ ഡ്രൈവർ ഉസ്മാൻ ഭായ് ജാൻ എന്ന വ്യക്തി, അദ്ദേഹത്തിന് തോന്നിയിരിക്കാം ഇതൊരു വിഡ്ഢിത്തം നിറഞ്ഞ ചോദ്യമാണെന്നുള്ളത്. ആസ് ദ നെയിം വാസ് പെയിന്റഡ് ഓൺ ദ സൈഡ്. കാരണം വളരെ വ്യക്തമായി തന്നെ ബസ്സിന്റെ, ആ വാഹനത്തിന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു സ്കൂളിന്റെ പേര്. അത് കണ്ടുകൊണ്ട് പിന്നീടും ഇത് കുശാൽ സ്കൂൾ ആണോ എന്ന് ചോദിച്ചത് എ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ ആണെന്ന് ഉസ്മാൻ ഭായ് ജാൻ എന്ന ഡ്രൈവർക്കും തോന്നിയിരിക്കാം. ഏതായാലും അദ്ദേഹം മറുപടി പറഞ്ഞു, യെസ് ഹി സെഡ്. അതെ, ആ സ്കൂളിലെ ബസ് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, ഐ നീഡ് ഇൻഫർമേഷൻ അബൌട്ട് സം ചിൽഡ്രൻ. ചില കുട്ടികളെ കുറിച്ച് ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. സെഡ് ദ മാൻ. ആ വ്യക്തി പറഞ്ഞു. യു ഷുഡ് ഗോ ടു ദി ഓഫീസ് സെഡ് ദ ഡ്രൈവർ. അതിന് നിങ്ങൾ സ്കൂൾ ഓഫീസിലേക്ക് പോവുക എന്ന് ഡ്രൈവർ മറുപടിയും പറഞ്ഞു. As he was speaking, another young man in white approached the back of the van. അയാൾ ഡ്രൈവറുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ വൈറ്റ് വേഷത്തിലുള്ള മറ്റൊരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ സ്കൂൾ വാനിന്റെ പിറകിലേക്ക് വന്നു. ലുക്ക്, ഇറ്റ് ഈസ് വൺ ഓഫ് ദോസ് ജേർണലിസ്റ്റ് കമ്മിങ് ടു ആസ്ക് ഫോർ ആൻ ഇന്റർവ്യൂ സെഡ് മുനീബ. അയാളെ കണ്ടുകൊണ്ട് എൻ്റെ കൂട്ടുകാരി മുനീബ എന്നോട് പറഞ്ഞു, നോക്ക്, അത് ഏതോ ഒരു ജേർണലിസ്റ്റാണ്, പത്രപ്രവർത്തകനാണ്, നിന്റെ ഇന്റർവ്യൂ ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്നതായിരിക്കും. സിൻസ് ഐ ഹാഡ് സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് അറ്റ് ഈവൻറ്റ്സ് വിത്ത് മൈ ഫാദർ ടു ക്യാമ്പയിൻ ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ, ജേർണലിസ്റ്റ് ഓഫൻ കെയിം. ഞാൻ എൻ്റെ പിതാവിനോടൊപ്പം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ചൊക്കെ ക്യാമ്പയിനിൽ പങ്കെടുത്ത് സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. ആ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ പല ജേർണലിസ്റ്റും എന്നെ കാണാൻ വരുമായിരുന്നു. ഈവൻ ഫോറിനേഴ്സ്, വിദേശികൾ പോലും വരാറുണ്ടായിരുന്നു. ദോ നോട്ട് ലൈക്ക് ദിസ് ഇൻ ദ റോഡ്. എന്നാൽ ഇതുപോലെ റോഡിൽ വെച്ചായിരുന്നില്ല അതൊന്നും. ദ മാൻ വാസ് വെയറിംഗ് എ പീക്ഡ് ക്യാപ്പ് ആൻഡ് ഹാഡ് എ ഹാൻഡ്കർച്ചീഫ് ടു കവർ ഹിസ് നോസ് ആൻഡ് മൗത്ത്സ്. ആ ചെറുപ്പക്കാരൻ ഒരു പീക്ഡ് ക്യാപ്പ്, നമ്മുടെ നെറ്റിയൊക്കെ മറയുന്ന തരത്തിലുള്ള ഒരു ഷീൽഡുള്ള ആ തരത്തിലുള്ള ഒരു സാധാരണ ക്യാപ്പ് ധരിച്ചിരുന്നു. ഒരു ഹാൻഡ്കർച്ചീഫ് കൊണ്ട് അദ്ദേഹത്തിന്റെ മൂക്കും വായുമൊക്കെ കവർ ചെയ്യുകയും ചെയ്തിരുന്നു. ഹി ലുക്ക് ലൈക്ക് എ കോളേജ് സ്റ്റുഡൻറ്. അദ്ദേഹത്തെ കണ്ടാൽ ഒരു കോളേജ് വിദ്യാർത്ഥിയാണെന്ന് തോന്നുമായിരുന്നു. ഹി സ്വങ് ഹിംസെൽഫ് ഓൺ ടു ദ ടെയിൽ ബോർഡ് അറ്റ് ദ ബാക്ക്. ഞങ്ങളുടെ സ്കൂൾ വാനിന്റെ ടെയിൽ ബോർഡ്, ബാക്ക് ഡോറിന്റെ സ്റ്റെപ്പിലേക്ക് അദ്ദേഹം അനായാസം ചാടിക്കയറി. ആൻഡ് ലീൻഡ് ഇൻ റൈറ്റ് ഓവർ അസ്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് അകത്തേക്ക് തലയിട്ട് ഞങ്ങൾക്ക് മുകളിലൂടെ കുനിഞ്ഞു നിന്നു, വളഞ്ഞു നിന്നു.
ഹു ഈസ് മലാല ഹി ഡിമാൻഡഡ്. ശക്തമായ ഒരു സ്വരത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു, ആരാണ് മലാല എന്ന്. നോ വൺ സെഡ് എനിത്തിങ് ബട്ട് സെവറൽ ഓഫ് ദ ഗേൾസ് ലുക്ക്ഡ് അറ്റ് മീ. ആരും ഒന്നും പറഞ്ഞില്ല, എന്നാൽ ധാരാളം പെൺകുട്ടികൾ, ആ ബസ്സിലുണ്ടായിരുന്ന കുട്ടികൾ എൻ്റെ മുഖത്തേക്ക് നോക്കി. ഐ വാസ് ദി ഓൺലി ഗേൾ വിത്ത് മൈ ഫേസ് നോട്ട് കവേർഡ്. ആ കുട്ടികളിൽ ഞാൻ മാത്രമായിരുന്നു മുഖം മറക്കാതിരുന്നത്. ബാക്കി എല്ലാ പെൺകുട്ടികളും മുഖം മറച്ചായിരുന്നു ഇരുന്നിരുന്നത്. ആ സമയത്തായിരുന്നു അദ്ദേഹം ഒരു കറുത്ത പിസ്റ്റൾ ഉയർത്തിപ്പിടിച്ചത്. സം ഓഫ് ദ ഗേൾസ് സ്ക്രീംഡ്. ഇത് കണ്ട് പല പെൺകുട്ടികളും പേടിച്ച് നിലവിളിച്ചു. മുനീബ ടെൽസ് മീ ഐ സ്ക്യൂസ്ഡ് ഹെർ ഹാൻഡ്. മുനീബ പറയുന്നു, ആ നേരത്ത് ഞാൻ അവളുടെ കൈകളിൽ ശക്തമായി അമർത്തി പിടിച്ചിരുന്നു എന്ന്. മൈ ഫ്രണ്ട് സേ ഹി ഫയർഡ് 3 shots one after another. ഒന്നിനു പിറകെ മറ്റൊന്ന് എന്ന രീതിയിൽ 3 പ്രാവശ്യം അയാൾ വെടിയുതിർത്തിരുന്നു എന്ന് പല കൂട്ടുകാരികളും പറയുന്നു. ദ ഫസ്റ്റ് വെന്റ് ത്രൂ മൈ ലെഫ്റ്റ് ഐ സോക്കറ്റ്. ആദ്യ വെടി എൻ്റെ ഇടത് കണ്ണിനുള്ളിലൂടെ കടന്നുപോയി. ആൻഡ് ഔട്ട് അണ്ടർ മൈ ലെഫ്റ്റ് ഷോൾഡർ. എന്നിട്ട് തലയോട്ടിയും തുളച്ച് അതെൻ്റെ ഇടത് ഷോൾഡറിലേക്ക് ആ വെടിയുണ്ട പുറത്തു വന്നു. ദി അതർ 2 bullets ഹിറ്റ് ദ ഗേൾസ് നെക്സ്റ്റ് ടു മീ. മറ്റ് 2 ബുള്ളറ്റ്സും എൻ്റെ അരികെ ഉണ്ടായിരുന്ന മറ്റു പെൺകുട്ടികളിലേക്കാണ് തട്ടിയത്, അവരുടെ ശരീരത്തിലാണ് ഏറ്റത്. മൈ ഫ്രണ്ട്സ് ലേറ്റർ ടോൾഡ് മീ the gunman's hands was shaking as he fired. വെടിവെച്ചപ്പോൾ ആ ഗൺമാന്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു എന്ന് എൻ്റെ കൂട്ടുകാരികൾ പിന്നീട് എന്നോട് പറഞ്ഞു. By the time we got to hospital, my long hair and Muniba's lap were full of blood. ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും എൻ്റെ നീണ്ട തലമുടി നിറച്ചും മുനീബയുടെ മടിത്തട്ടും രക്തത്താൽ കുളിച്ചിരുന്നു, രക്തം നിറഞ്ഞിരുന്നു എന്ന്. Who is Malala? ആരാണ് മലാല? I am Malala and this is my story. ഞാനാണ് മലാല, ഇതാണ് എൻ്റെ കഥ. ഇത്രയുമാണ് ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ് എന്ന ലെസന്റെ വിശദീകരണം. ഇവിടെ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം വിദ്യാർത്ഥികൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എജു സ്പോട്ട് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.